ഫ്ലിന്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഒടുവിൽ സംസ്ഥാനത്തെ പുതിയ മന്ത്രിമാരുടെ പട്ടിക പുറത്തിറങ്ങി. നാളെ സത്യപ്രതിജ്ഞ നടക്കുക. ഒരുപാട് ചർച്ചകൾക്കും തർക്കങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഒക്കെ ഒടുവിലാണ് ഇന്ന് വളരെ സ്മൂത്തായി വൈകുന്നേരത്തോടു കൂടി നിയുക്ത മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ പട്ടിക പുറത്തിറക്കിയത്. വലിയ കൗതുകങ്ങളുള്ള, അത്യപൂർവതകളുള്ള, മുമ്പില്ലാത്ത തരത്തിലുള്ള ചില പ്രത്യേകതകളുള്ള ഒരു ക്യാബിനറ്റാണ് എന്ന് ഈ ലിസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പല കാരണങ്ങളാൽ. സ്വാഭാവികമായിട്ടും 1977 ശേഷം, ശരിക്കും പറഞ്ഞാൽ 50 വർഷത്തിന് ശേഷം വളരെ പ്രത്യേകതകൾ ഉള്ള ഒരു ക്യാബിനറ്റായിട്ട് ഇത് തോന്നുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ 102 സീറ്റുമായി UDF അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അവർ തന്നെ പ്രതീക്ഷിച്ചല്ല 102 സീറ്റ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ 2 MLA-മാരിൽ നിന്ന് 21 മന്ത്രിമാരെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്കെല്ലാവർക്കും അറിയാം, 21 മന്ത്രിമാരെ മാത്രമേ പറ്റുള്ളൂ. നിയമപരമായി ആ നിയമം പാസ്സാക്കിയിരിക്കുന്നുണ്ട്. രാജ്യത്ത് ഏത് ക്യാബിനറ്റ് ആയാലും കേരളത്തിൽ ഇത്ര ശതമാനം എന്ന് പറയുന്നുണ്ട്. ആ ശതമാനം അനുസരിച്ച് കേരളത്തിൽ 21 മന്ത്രിമാർ മാത്രമേ മുഖ്യമന്ത്രി ഉൾപ്പെടെ സാധ്യമാകൂ. ആ നിലയ്ക്ക് നോക്കുമ്പോൾ 21 മന്ത്രിമാരെ കണ്ടെത്തുക എന്ന് പറയുന്നത്, 102 പേരിൽ നിന്ന് 21 മന്ത്രിമാരെ കണ്ടെത്തുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു വലിയ ടാസ്ക് ആയിരിക്കും അല്ലേ? CPN-ൽ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായും ഈ മന്ത്രിസഭയിലേക്ക് മന്ത്രിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ നിരവധി ഫോർമുലകൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഒന്ന്, പ്രാദേശികമായൊരു സാന്നിധ്യം പ്രധാനമാണ്. സ്ത്രീ പങ്കാളിത്തം കഴിഞ്ഞ കാലങ്ങളിൽ വളരെ കുറവായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിപ്പോൾ 2 ഭരണഘടനാ സ്ഥാനങ്ങൾ പരിശോധിച്ച് ഇപ്പോൾ 3 ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, സാമുദായികമായ സംവരണം. പ്രത്യേകിച്ച് UDF അധികാരത്തിൽ വരുമ്പോൾ ഓരോ സമുദായ സംഘടനകളുടെയും നേതാക്കന്മാർ തങ്ങളുടേതായ സമുദായത്തിന്, അതുകൊണ്ട് എന്ത് ഗുണം സമുദായത്തിന് എന്നുള്ള വേറെ കാര്യം, പക്ഷേ അങ്ങനെ ഒരു ഫോർമുല വരാറുണ്ട്. ചില സമുദായങ്ങൾക്കകത്താണെങ്കിൽ അവാന്തര വിഭാഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം ക്രിസ്തു പല ഓർത്തഡോക്സ് ഉണ്ട്, ജാക്കബൈറ്റ്സ് ഉണ്ട്, റോമൻ കാത്തലിക് ഉണ്ട്, ലാറ്റിൻ കത്തോലിക് ഉണ്ട്, നാടാർ ക്രിസ്ത്യൻസ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള. പക്ഷെ എല്ലാരെയും തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. പലപ്പോഴും UDF-ന്റെ ഒരു രീതിയിലാണ് ഇതൊക്കെ യഥാർത്ഥത്തിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. കാരണം പുറത്തുനിന്ന് ചില സമ്മർദ്ദങ്ങൾ, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പുറത്തു നിന്നുള്ള സമുദായ സംഘടനകളുടെ വക്താക്കൾ നേരിട്ട് മുഖ്യമന്ത്രിയെ കാണുകയും അല്ലെങ്കിൽ സംഘടനാ നേതാക്കന്മാരെ കാണുകയും, ഇത്രയും വലിയൊരു ശല്യം. ഞാൻ ശല്യം എന്ന് പറയാൻ കാര്യം, ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം സമുദായത്തിൽ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പൊ ഇതിലെ പ്രൊപ്പോസിഷൻ നോക്കാം, ഇതിന്റെ കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ ഇതിലിപ്പോ നമ്മൾ 21 മന്ത്രിമാരിൽ ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ LDF ഗവൺമെന്റിൽ കേരളത്തിലെ ഏറ്റവും പ്രബല സമുദായം, എണ്ണം കൊണ്ടല്ല, പ്രബല സമുദായം എന്ന് പറയുന്നത് നായർ സമുദായത്തിന് ഏതാണ്ട് 10ഓളം മന്ത്രിമാരുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 4 മന്ത്രിമാർ മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രി ഉൾപ്പെടെ 4 പേർ മാത്രമേ ഉള്ളൂ. ഈഴവ സമുദായത്തിൽപ്പെട്ടവർക്ക് 3 മന്ത്രിസ്ഥാനമുണ്ട്. നമ്മൾ സാമുദായിക അടിസ്ഥാനത്തിൽ സംസാരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ചിലതൊക്കെ സംസാരിക്കേണ്ടി വരുമല്ലോ, അങ്ങനെ സംസാരിക്കേണ്ടി വരുമല്ലോ. നേരത്തെ ഉള്ളതിൽ നിന്ന് വലിയ മാറ്റം വരുന്നുണ്ടെങ്കിൽ, പിന്നെ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട, ന്യൂനപക്ഷമല്ല കേരളത്തിൽ നമുക്കറിയാം, ക്രിസ്ത്യാനികളായാലും മുസ്ലിംസ് ആയാലും കേരളത്തിൽ ന്യൂനപക്ഷങ്ങളല്ല. അവർ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു വലിയ സമുദായങ്ങളാണ്. ആ 2 സമുദായങ്ങളാണ്. അവർ പലയിടത്തും ജയിച്ചു വരുന്നുണ്ട്. അപ്പം അവർ രണ്ടുപേരും എടുത്തു കഴിഞ്ഞാൽ ഈ UDF-ന്റെ ഈ പുതിയ മന്ത്രിസഭയിൽ 6 മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുണ്ട്, 6 ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരുണ്ട്. അപ്പൊ 12 പേരായി, 21 12 പേര്. ബാക്കി 9 പേരാണ് ബാക്കി ഹിന്ദു സമുദായത്തിൽ നിന്ന്. ബാക്കി 9 പേരാണുള്ളത്. സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു ഇതൊരു നല്ല മിക്സ് ആണെന്ന് തോന്നുന്നു. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു 52% മാത്രമാണ് കേരളത്തിൽ ഹിന്ദുക്കൾ ഉള്ളത്. അപ്പൊ ആ നിലയ്ക്ക് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു അല്ലേ, അതെ, അത് പറയുമ്പോഴേ യഥാർത്ഥ ഹിന്ദു സമുദായം എന്ന രീതിയിലല്ല ഈ ഹിന്ദു സമുദായത്തിലെ ഓരോ വിഭാഗം കാണുന്നത്. ഞങ്ങളുടെ ജാതിയിൽ ആരൊക്കെ വന്നു എന്നാണ് പൊതുവെ കാണാറുള്ളത്. ഇത് ക്രിസ്ത്യൻ സമുദായത്തിന് ബാധകമാണ്. എങ്കിലും മൊത്തത്തിൽ നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഹിന്ദു സമുദായം എന്ന് നമ്മൾ പറയാവുന്ന വിഭാഗത്തിൽ ഇതുവരെ പലപ്പോഴും LDF-ന്റെ മന്ത്രിസഭയിൽ മാത്രമാണ് ഈഴവ സമുദായത്തിന് അവർ പറയുന്ന പോലെയുള്ള ഒരു മുൻതൂക്കം കിട്ടിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ മന്ത്രിസഭ ഒഴിച്ചു നിർത്തിയാൽ ഈ പ്രാവശ്യം ഞാൻ മനസ്സിലാക്കുന്നത് ഈഴവ സമുദായത്തിന് പഴയതിനേക്കാൾ വ്യത്യസ്തമായ തരത്തിലൊരു മുൻതൂക്കം, എണ്ണത്തിൽ മൊത്തത്തിൽ, അല്ലെങ്കിൽ പഴയതിനേക്കാൾ അല്ല. വേറെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈഴവ സമുദായത്തിൽപ്പെട്ട UDF-ൽ ജയിച്ചത് 9 പേരാണ്. ഇപ്പോൾ 3 പേർ മന്ത്രിയായിരിക്കുന്നു. അപ്പോൾ 3-1 പേർ മന്ത്രിയായി. അല്ല, അത് പറയാൻ കാരണം പൊതുവേ ഈഴവ സമുദായത്തിൻ്റെ വലിയൊരു പരാതി, അവരുടെ സമുദായത്തിൻ്റെ പ്രതിനിധികളുടെ വലിയ പരാതി,
കോൺഗ്രസ്സുകാർ ഈ ഈഴവ സമുദായത്തിന് ജയിച്ചു വരാൻ കഴിയുന്ന തരത്തിൽ മണ്ഡലങ്ങൾ അനുവദിക്കില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാമല്ലോ, അവരുടെ കഴിഞ്ഞ സമുദായം യുഡിഎഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഒരേ ഒരാളാണ് ജയിച്ചത്, ആ ആൾക്ക് അപ്പോൾ ആ ഒരു പരിഭവം ഒഴിവാക്കാൻ കഴിയുന്ന തരത്തിൽ നല്ല നിലയിൽ ഇപ്രാവശ്യം ഈഴവ സമുദായത്തിൽ നിന്ന് പലരും ജയിച്ചു വന്നിട്ടുണ്ട്. അതിൽ നിന്ന് മൂന്ന് പേർ 33%. അതെ, അല്ല ഞാൻ പറഞ്ഞു വന്നത് പഴയ കാലത്തെ UDF-നോടുള്ള ഒരു പരിഭവം ഇപ്പൊ തീർക്കുന്ന വിധത്തിൽ അത് അവിടേക്ക് പോകുന്നുണ്ട്. എന്നാൽ നായർ സമുദായത്തിൻ്റെ ഒരു പ്രത്യേകത നോക്കി, ഇപ്രാവശ്യവും MLA 140 MLA-മാരിൽ ജനസംഖ്യാനുപാതികമായി നായർ സമുദായം വളരെ കുറവാണെങ്കിലും ഏതാണ്ട് 35 MLA-മാർ ആ സമുദായത്തിലുണ്ട്. അവർക്ക് പഴയ കാലത്തെ പോലെയുള്ള ഒരു മുൻതൂക്കം ലഭിക്കുന്നില്ല. പക്ഷേ വേണമെങ്കിൽ അവർക്ക് പറയാം, ഞങ്ങളുടെ സമുദായത്തിൽ ജനിച്ച ആളാണ് മുഖ്യമന്ത്രിയും പിന്നെ ഈ ആഭ്യന്തരമന്ത്രി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പിന്നെ ഈ ശ്രീ മുരളീധരനെ പോലുള്ള ആളുകൾ. എന്തായാലും സമുദായ ഫോമുലകൾ അങ്ങനെ ഒരു കുഴപ്പം പിടിച്ച തരത്തിലേക്ക് പോയിട്ടില്ല. തീർച്ചയായും കേരള രാഷ്ട്രീയത്തിൽ ന്യൂനപക്ഷങ്ങൾ എന്ന് നമുക്ക് പറയാമെങ്കിലും സംഘടനാപരമായി നല്ല കരുത്തുള്ള പിന്നെ കേരള കോൺഗ്രസിൻ്റെ തന്നെ അടിത്തറ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു പങ്കാളിത്തമാണ്. മുസ്ലിം വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ ഉള്ള ഭാഗത്തുനിന്നും ഒരിക്കലും അവർക്ക് അധികമാണ് മന്ത്രിമാരുടെ സ്ഥാനമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് സാമുദായികമായി ഏകദേശമൊക്കെ മാന്യമായ രീതിയിലാണ് ഈ കാര്യങ്ങൾ. പിന്നെ ദളിത് ആദിവാസി വിഭാഗങ്ങൾ ആദ്യമായിട്ടൊന്നല്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ കുറെ കാലത്തിനിടയിൽ ആദ്യമായിട്ടാണ്. എന്ന് എനിക്ക് തോന്നുന്നു LDF-ന്റെ ആദ്യ ഗവൺമെന്റിന്റെ കാലത്ത് ഒരാൾ മാത്രമാണ്, അത് കഴിഞ്ഞ് രണ്ടാമത്തെ LDF ഗവൺമെന്റിന്റെ കാലത്ത് ആദ്യം കെ രാധാകൃഷ്ണൻ വന്നു. അദ്ദേഹം പിന്നെ മത്സരിച്ച് MP ആയപ്പോഴത്തേക്ക് ശ്രീ കേളു വന്നു. അത് പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ളതായിരുന്നു. ഇപ്രാവശ്യം രണ്ടുപേർ വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു പ്രശ്നം വെച്ചാൽ IC ബാലകൃഷ്ണൻ വരാത്തത് കൊണ്ട് അത് പട്ടികവർഗത്തിന് പ്രാതിനിധ്യം ഇല്ലാതെ പോലും രണ്ട് പട്ടികജാതി പട്ടികവർഗം എന്ന തരത്തിൽ എടുത്തതാണ്. അത് വലിയ കാര്യമാണ്. അപ്പൊ ആ കാര്യങ്ങൾ ഒരു പിന്നെ സ്ത്രീകളെ രണ്ടുപേരും സ്ത്രീകൾ രണ്ടുപേരും അധികം ഡെപ്യൂട്ടി സ്പീക്കർ കൂടി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജില്ലാ തലത്തിലുള്ള ഒരു പ്രാതിനിധ്യം. ഇത് വളരെ പ്രധാനമാണ്. നമുക്ക് കോൺഗ്രസിൻ്റെ ജില്ല എന്ന തരത്തിൽ ഒരുപക്ഷെ അവർ ചില സമയങ്ങളിൽ തോറ്റിട്ടുണ്ടെങ്കിൽ പോലും ശ്രദ്ധിക്കപ്പെട്ട ജില്ലകളാണ് പത്തനംതിട്ട, ചെറിയ ജില്ലകൾ പത്തനംതിട്ട, വയനാട്, ഇടുക്കി തുടങ്ങിയ ജില്ലകൾ ഏകപക്ഷീയമായ കോൺഗ്രസിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടിരുന്ന ജില്ലകളാണ്. ഈ പ്രാവശ്യം കഴിഞ്ഞ നാളിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ പ്രതാപം തിരിച്ചു പിടിക്കാൻ അവർക്ക് ഈ ജില്ലകൾ കഴിയും. ഇവിടെ നിന്ന് പ്രാതിനിധ്യം ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടോ? ഇല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമുക്കറിയാം, ഇടുക്കി ജില്ലയിൽ നിന്ന് മന്ത്രിമാരില്ല, വയനാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരാളുണ്ട്, കാസർഗോഡില്ല. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കോഴിക്കോടില്ല, പത്തനംതിട്ട. അപ്പോൾ കാസർഗോഡില്ല, ഇടുക്കിയില്ല, പത്തനംതിട്ടയില്ല, കോഴിക്കോട് എന്ന വലിയ ജില്ല. 20 വർഷത്തിൽ മാത്രമല്ല, കോഴിക്കോട് എന്ന് പറഞ്ഞാൽ അർബൻ ഒരു കേരളത്തിലെ 3 മെട്രോപൊളിറ്റൻ നഗരം എന്ന് പറയാവുന്ന തരത്തിലുള്ള അതിനൊക്കെ പ്രധാനം. കഴിഞ്ഞ 20 വർഷമായി കോൺഗ്രസിന് ഒരു MLA പോലും ഇല്ലാതിരുന്ന ഒരു ജില്ല, വലിയ ജില്ലയിൽ ഒരു MLA ഒഴിച്ച് ബാക്കി മുഴുവൻ ആളുകളെയും ജയിപ്പിക്കാൻ കഴിഞ്ഞ UDF-ന് അവിടെ നിന്ന് അല്ല, അത് ഒരു വലിയൊരു കുറവായിട്ട് UDF-നെ സംബന്ധിച്ച് അത് സംശയമൊന്നുമില്ല. എന്തായാലും ലീഗിന് ലീഗിന്റെ പ്രഖ്യാപനത്തിൽ സാദിഖലി തങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഒരു മന്ത്രിയെ 2 ടേമായിട്ട് വെക്കുമ്പോഴത്തേക്ക് ആ മന്ത്രി 2ാം ടേമില് പാറക്കൽ അബ്ദുള്ള എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടിയിലുള്ള MLA വരും എന്നാണ് പറഞ്ഞത്. പക്ഷെ അപ്പോഴും കോഴിക്കോട് പോലെ ഒരു വലിയ രാഷ്ട്രീയമായി വളരെ പ്രാധാന്യമുള്ള ഒരു ജില്ല. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കാസർഗോഡ്. ഒന്ന് നമുക്കറിയാമല്ലോ, വടക്കേ മലബാർ പലപ്പോഴും വികസന കാര്യങ്ങളിൽ പിന്നോക്കമായിരുന്നു. ഇപ്പോഴും കാസർഗോഡിൻ്റെ പല മേഖലകളും നമ്മൾ കേരളത്തിൻ്റെ മൊത്തം ഒരു ശരാശരി എടുത്താൽ വികസന കാര്യത്തിൽ പിന്നോക്കമാണ്. അവിടെ വിശിഷ്യ 2 മണ്ഡലങ്ങൾ BJP 2ാം സ്ഥാനത്ത് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ കൃത്യമായി ബോധപൂർവം അവിടെ നിന്ന് ഒരു മന്ത്രി ഉണ്ടാകേണ്ടതായിരുന്നു. അതൊരു വലിയ പോരായ്മയായിട്ട്. മാത്രമല്ല, അവിടെ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി അവിടെ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരുന്ന കേസുകളിൽ തന്നെ അക്കൗണ്ട് തുറക്കാൻ പറ്റാതാക്കിയ ആളാണ് കഴിഞ്ഞ 3 വർഷം ജയിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ലീഗ് MLA. അദ്ദേഹം മന്ത്രിയാവുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. അങ്ങനെയായിരുന്നെങ്കിൽ ആ പിന്നെ ലീഗിന്റെ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് ഇതിനകത്ത് പറയാം, ലീഗിന്റെ മന്ത്രിമാരിൽ ഭൂരിപക്ഷവും മലപ്പുറത്തുള്ളവരായിരിക്കുന്നത് സ്വാഭാവികമാണ്.